നീ റെഡിയായില്ലേ? എങ്ങോട്ട്? ഇന്നല്ലേ നിന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ്. അതിന് നമ്മള് പോകുന്നില്ലല്ലോ. നീ അതൊക്കെ വിട്, അവരൊന്ന് സന്തോഷത്തോടെ വിളിച്ചല്ലേ. ഞങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കേ ഒരു ഈഗോ ഉണ്ട്. അവരുടെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റം പറയോ താത്തിക്കെട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ സഹിക്കില്ല. അതിപ്പോ അച്ഛനായാലും കൂടപ്പറപ്പായാലും. എടി അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, നീ അതൊക്കെ മറന്നുകളാ. എല്ലാം മറന്ന് സ്നേഹത്തോടെ നമ്മളെ വിളിച്ചതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എൻഗേജ്മെന്റിന് അവിടെ ആൾക്കാർ വരുമ്പോൾ മകളും മരുമോനും എന്ത് ചെയ്യുന്നുള്ള ചോദ്യം വരും. അതിനു വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു വരുത്തുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് മറക്കുമായിരിക്കും. അതെനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ പണത്തിന്റെ പേരിലും താഴ്ന്ന ജാതിയുടെ പേരിലും നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളെ അവരിട്ട് കളിയാക്കിയതും നാണം കെടുത്തിയതും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് അവിടെ പോയി നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാനിട്ട് പോകുന്നുമില്ല, നിങ്ങളിട്ട് വിടത്തുമില്ല. ഞാനെന്നല്ല ഒരു പെണ്ണുങ്ങളും അങ്ങനെ പോയി നിൽക്കാൻ അനുവദിക്കത്തില്ല. അതെല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ അവർ ഹസ്ബൻഡിനെ ആരെങ്കിലും എന്തെങ്കിലും താത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരൊരിക്കലും പൊരുത്തപ്പെടില്ല. അതങ്ങനെയാണ് വൈഫുമാർ. എന്ന് വെച്ചാൽ സ്വന്തം ഹസ്ബൻഡിന് ആരെങ്കിലും എന്തെങ്കിലും കുറവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് പൊരുത്തപ്പെടുകയാണെങ്കിലും വൈഫുമാർ ഒരിക്കലും അത് പൊരുത്തപ്പെടില്ല. അതിപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും. അതാണ്.